എൻ്റെ പേര് ഏഞ്ചൽ മരിയ ബിജു. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ സാബത്ത് ആചരിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി പറയാനാണ് വന്നത്. ഞാൻ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ അഭിഷേകാഗ്നി ചെറുപ്പം മുതൽ, അതായത് ഓർമ്മയുള്ള ആ ഒരു സമയം മുതൽ എൻ്റെ കുടുംബവും ഞാൻ ഒരുമിച്ചിരുന്ന് അഭിഷേകാഗ്നി കാണും. അപ്പോൾ 11ാം ക്ലാസ്സിൽ മറൈൻ ഡ്രൈവിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷനിൽ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു. ആ ചേച്ചി സാബത്ത് ആചരിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ചേച്ചിക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്നെ അത് ഈശോയെ എനിക്കും അങ്ങനെ സാബത്ത് ആചരിക്കാനുള്ളൊരു കൃപ തരണേന്ന് അന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നീട് മുതൽ അത് ദൈവം അനുഗ്രഹിച്ചു, അത് ചെയ്യാൻ പറ്റി. അപ്പോൾ അന്ന് ഞാൻ സിനിമ കാണും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. പള്ളിയിൽ പോവും, അഡറേഷൻ ചാപ്പലിൽ ഇരിക്കും, അല്ലെങ്കിൽ ബൈബിൾ വായന, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് മുതൽ ഒരു ആവറേജ് എന്ന രീതിയിലേക്ക് കർത്താവ് എന്നെ താഴ്ത്തിയിട്ടില്ല. പകരം കർത്താവ് എപ്പോഴും എന്നെ മുകളിലേക്കാണ് കൊണ്ടുവന്നത്. എൻ്റെ +2 കഴിഞ്ഞ ആ വർഷം തന്നെ എനിക്ക് ലോ എൻട്രൻസിൽ എനിക്ക് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആ ലോ കോളേജിൽ ഞാൻ BA LLBക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ എനിക്ക് ദൈവം തന്നത് BCom ആണ്. എനിക്ക് കൊമേഴ്സ് ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും ഞാൻ ഞായറാഴ്ച ഒരു കളിയില്ല, ശനിയാഴ്ച പഠിക്കാൻ ഞായറാഴ്ചത്തെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഞായറാഴ്ചയാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ദിവസം, അതിൽ ഫുള്ള് കർത്താവിൻ്റെ കാര്യങ്ങൾ, ബാക്കി ദിവസമൊക്കെ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഞാനത് ആചരിക്കാൻ ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ക്രൈസ്തവരായിട്ടുള്ളവരുണ്ട്, നിരീശ്വരവാദികളായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഈ പരീക്ഷ അല്ലാത്ത സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് കൊള്ളാം, യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സപ്ലി എടുത്ത് പൊങ്ങില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ വിശ്വസിച്ചു, എൻ്റെ കർത്താവ്, ആ ചേച്ചിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന കർത്താവ് എനിക്കും മാർക്ക് തരാൻ പറ്റുന്ന കർത്താവാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കൊമേഴ്സിൻ്റെ പേപ്പറുള്ള പരീക്ഷകളെല്ലാം ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയാണ് പരീക്ഷ വരുന്നത്. ഒരു കഠിന പരീക്ഷണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും, എൻ്റെ അടുത്തുള്ള കൂട്ടുകാർ നിരീശ്വരവാദിയാണ്. അപ്പോൾ അവൾ എപ്പോഴും പറയും, നീ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ തവണ ഇത് അപ്ലൈ ചെയ്ത് നീ തോറ്റു, സപ്ലി മേടിച്ചോ, അടുത്ത വർഷം നന്നായിട്ട് പഠിച്ചോണമെന്ന് പറയും. അപ്പം ഞാൻ പറയില്ല, എനിക്ക് ദൈവത്തിൽ എൻ്റെ വിശ്വാസം, കർത്താവ് എന്തായാലും അനുഗ്രഹിച്ച ദിവസമല്ലേ അന്ന് കർത്താവിന് വേണ്ടി ഇത് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിനെ നാണം കെടുത്തില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശനിയാഴ്ച ത്രൂ ഔട്ട്, അതായത് രാവിലെ മുതൽ 11:55 വരെ ഇരുന്ന് പഠിക്കും. അന്ന് ആ കൃത്യം 11:55 12 കഴിഞ്ഞ മുമ്പ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഞായറാഴ്ച ഒറ്റ മിനിറ്റ് പോലും അടിക്കുകയില്ല. ശനിയാഴ്ച രാത്രി 12 തൊട്ട് ഞായറാഴ്ച രാത്രി 12 വരെ ഒറ്റ മിനിറ്റ് അടിക്കുകയില്ല. അത് കർത്താവ് വിശദീകരിച്ച ദിവസമാണ്, കർത്താവിൻ്റെയാണ്. അപ്പം ഞാൻ ടേബിളെല്ലാം ക്ലീൻ ആക്കിയിട്ട് എൻ്റെ ടേബിളിനോട് തന്നെ പറയും, ഇന്ന് സാബത്ത് ആചരിച്ചു എന്ന് പറയും. ടേബിളിനോട് പറയും, നീ എടുത്തോ സാബത്ത്. ഓക്കെ. തിങ്കളാഴ്ച രാവിലെ, അതായത് 1 മണി, അതായത് ഞായറാഴ്ച മിഡ്നൈറ്റ് രാവിലെ 1 മണിയാകുമ്പോൾ ഞാൻ അലറം വിളിച്ച് എഴുന്നേക്കും. ആ സമയത്ത് കർത്താവെ ഇനി നമുക്ക് ഒരുമിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് എനിക്ക് കൊമേഴ്സ് ഭയങ്കര പാടുള്ളതാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞ അഭിഷേകിന് യൂട്യൂബ് ചാനലിൽ ഒരു പ്രാർത്ഥന കിടക്കുന്നുണ്ട്. അത് കേട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഞാൻ കേട്ടുകൊണ്ട് അഭിഷേകം പ്രാർത്ഥിച്ച് കർത്താവെ സഹായിക്കണമെന്ന് വന്നു പോയി. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ചതൊന്നും വന്നില്ല. വളരെ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. പരീക്ഷ ചെന്ന് നോക്കുമ്പം എൻ്റെ കർത്താവെ ഹൃദയം ഇടിഞ്ഞു പോകണ സംഭവങ്ങളാണ്. ശരിക്കും ഞാൻ ആ എക്സാം ഹാളിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറയും, നീ അഹങ്കാരം കാണിച്ച് ഞായറാഴ്ച പഠിക്കാതിരുന്നിട്ടാണ് നീ പോയതെന്ന് പറയും. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഞാൻ കരഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു, അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഈ പരീക്ഷയുടെ റിസൾട്ട് വന്നില്ല. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു, ഞായറാഴ്ച വിട്ടൊരു കളിയില്ല. നോ കോംപ്രമൈസ്. ഗോഡ് ഫസ്റ്റ്. ദൈവത്തിന് 1ാം സ്ഥാനം, ദൈവം പറഞ്ഞ വാക്കിന് 1ാം സ്ഥാനം. കോംപ്രമൈസ് ഇല്ല, പിടിച്ചു നിന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കത് കഴിഞ്ഞ് റിസൾട്ട് വന്നു. എൻ്റെ 5 സെമിസ്റ്ററിൽ ഒരു സപ്ലി പോലും ഇല്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചകളിലെ ടഫസ്റ്റ് എക്സാമിനാണ്. തിങ്കളാഴ്ചകളിൽ വന്ന പരീക്ഷകൾക്ക് നല്ല മാർക്കോടെ, ഒരു സപ്ലി പോലും ഇല്ലാതെ എല്ലാ വിഷയവും പാസ്സായി. അതും എന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച മാത്സ് ടീച്ചർ ഞാൻ കൊമേഴ്സ് എടുത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. അതുപോലെ വിഷമമുള്ള കൊമേഴ്സിലാണ് ഇതുപോലെ ദൈവം ഏറ്റവും കൂടുതൽ മാർക്ക്, ലോ പേപ്പറിനേക്കാളും കൂടുതൽ മാർക്ക് കർത്താവ് എനിക്ക് തിങ്കളാഴ്ചത്തെ പരീക്ഷയ്ക്കാണ് കർത്താവ് അഭിഷേകം ചെയ്തത്. യേശുവേ, നോക്കിയ ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചാൽ, എന്നെ ആദരിക്കുന്നവനെ
ഞാനും ആദരിക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ സാപത്തിൻ്റെ ആ കർത്താവിൻ്റെ അനുഗ്രഹം എനിക്ക് മനസ്സിലായത്, ഞാൻ മൂട്ട് കോട്ട് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട് ലോ കോളേജിൽ. അപ്പോൾ ഈ മൂട്ട് കോട്ടിൽ ഈശോയെ ഞങ്ങളുടെ ബാച്ചിലെല്ലാം എടുത്തപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആക്കല്ല, അതിന് മുന്നേ എന്നെ ആക്കണം, ഒരു തീരെ ലാസ്റ്റ് ആക്കല്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. റാങ്കിൽ മൂട്ട് കോട്ടിൽ വന്നപ്പോഴേക്കും കർത്താവ് എനിക്ക് അതിനകത്ത് ഫസ്റ്റ് റാങ്ക് നൽകി. ഫസ്റ്റ് റാങ്ക് കൊടുത്ത് കർത്താവേ ഏറ്റവും പുറകിലേക്ക് പോകാൻ നോക്കണമെന്ന് പറഞ്ഞോളൂ. 1ാം റാങ്ക് കൊടുത്ത് കർത്താവ്. പിന്നെ ഒരു കോമ്പറ്റീഷനിൽ നാഷണൽ എസ് എ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ലക്നൗ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് നടത്തിയ കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനിലെ എസ് എ അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ഞായറാഴ്ച 12 മണി രാത്രിയായിരുന്നു. എന്താ ഇത്, പിന്നെയും പരീക്ഷണമാണല്ലോ കർത്താവേ. അപ്പോൾ ഞാൻ അതിനകത്ത് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ലോ സ്റ്റുഡൻസ്, LLM എടുക്കുന്ന സ്റ്റുഡൻസ്, റിസർച്ച് ചെയ്യുന്നവർ, ടീച്ചർ, അങ്ങനെയുള്ള എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു അത്. അപ്പോൾ അതിനകത്ത് ഈശോ എനിക്കൊരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം ഈശോയെ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും അത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് എന്നോട് വന്ന് ചോദിച്ചു ഇത് അയക്കേണ്ട അവസാന ഡേറ്റ് എന്നാണ്. ഞാൻ പറഞ്ഞു ചേച്ചി ശനിയാഴ്ചയാണെന്ന് പറഞ്ഞു. ശനിയാഴ്ച 12 മണിയാണെന്ന് പറഞ്ഞു. കാരണം ഞായറാഴ്ചയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അവർ പറയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അയച്ചാൽ മതി എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞായറാഴ്ച എന്തായാലും അയക്കുന്ന പ്രശ്നമില്ല. എന്നിട്ട് ആ ശനിയാഴ്ച 11:50 ഞാൻ ആ എസ് എ അയച്ചു കൊടുത്തു. കർത്താവ് നാഷണൽ എസ് എ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് റാങ്ക് തന്നെ അതിനകത്ത് ഗോൾഡ് മെഡലും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും കിട്ടി. യേശുവേ, ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ആഗ്രഹിച്ചോളൂ. ഗോൾഡ് മെഡലും പ്രൈസും പൈസയും സർട്ടിഫിക്കറ്റും. 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഡൽഹിയിലുള്ള ഏതോ സാറുമാർക്കാണ്. അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് ഞാൻ സ്വപ്നത്തിൽ, പക്ഷെ കർത്താവ് അത് ഞായറാഴ്ച ആചരിച്ചത് കൊണ്ട് മാത്രം അതിൻ്റെ ആ സാപത്തിൻ്റെ കർത്താവ് കാണിച്ചു തന്നതാണ്. ഇതുപോലെ ഓരോ കാത്തലിക്കും ഇതുപോലെ ഓരോ ക്രിസ്ത്യൻ വാല്യൂസ് മുറുകെ പിടിച്ചാണല്ലോ ഈ രാജ്യത്ത് സർവ്വ ക്രിസ്ത്യാനികളും ഭയങ്കരമായിട്ട് ഉന്നതിയിൽ എത്തിച്ചേരും. അതാണ് നിയമാവർത്തനം 28:13. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഞാനും നിനക്ക് നൽകുന്ന കൽപ്പനകൾ നീ പാലിച്ചാൽ നിന്നെ ഞാൻ ജനതകളുടെ നേതാവാക്കും. നീ ഒരിക്കലും എന്താ പറഞ്ഞാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. വായിച്ചു നോക്കി, എല്ലാവരും ചേർന്ന് വായിച്ചേ. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇത് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഓരോ വചനവും പാലിച്ച ഇതൊരു കുട്ടി ഒരു വചനം പാലിച്ച കാര്യമാണ് നമ്മുടെ കുട്ടി പറഞ്ഞത്. കുട്ടിയുടെ പേര് ഏഞ്ചൽ മരിയ പറഞ്ഞത്. ഒറ്റ വചനം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അത് ആചരിച്ചപ്പോൾ ഉണ്ടായ പരീക്ഷണം നോക്ക്. ജോലി സ്ഥലത്തും ഇത് ഞാൻ എൻ്റെ LLB കംപ്ലീറ്റ് ആയി, എൻ്റെ ഇൻറ്റേൺഷിപ്പ് എല്ലാം കൃത്യമായി. ഞാൻ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അവിടെ എല്ലാ ദിവസവും വരണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സൺഡേ വരില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും വെക്കേഷൻ അല്ലാത്ത ഹോളിഡേയിലും ഞാൻ വരാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്നോട് നീരസായി. പക്ഷേ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഞാൻ വരില്ല, ഞായറാഴ്ച വരണമെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി നിർത്തത്തെ കൊള്ളുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് ആ സാറിലൂടെ ഈശോ പറയിപ്പിച്ചു, ഏഞ്ചൽ വരാൻ നിൽക്കണ്ട, ഏഞ്ചലിൻ്റെ പള്ളിയിൽ പോകാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അംഗീകരിക്കും. പേടിച്ച് നിന്നാൽ, നീ ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ വെച്ച് പരിഭ്രാന്തനാക്കും. നീ ധൈര്യമായിട്ട് നിന്നാൽ ഞാൻ നിനക്ക് മുമ്പേ നടന്ന് പ്രവർത്തിക്കും. ഏതാ വേണ്ടെന്ന് തീരുമാനിച്ചോ. ഒന്നുകിൽ നീ പരിഭ്രാന്തൻ, അവർ ചവിട്ടി കൂട്ടിയിരുന്നോർത്ത് കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ നീ കർത്താവിൻ്റെ പുറകെ നീ നടക്കും, അവർ നിന്നെ അംഗീകരിക്കും. ഏതാ വേണ്ടത്? കർത്താവിൻ്റെ കൂടെയുള്ള വിജയമാണ് വേണ്ടത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നീ ഭയപ്പെട്ട് ഇനി ഇപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടില്ല, ഇനി ശമ്പളം കിട്ടാതിരിക്കുമോ, ഇനി ഭാവി അടഞ്ഞു പോവുമോ, ഈ ഞായറാഴ്ച പരീക്ഷ എഴുതിയില്ലെങ്കിൽ തോറ്റുപോയാൽ മാർക്ക് കുറയോ, നീ പേടിച്ചാൽ, നീ ഭയപ്പെട്ടാൽ നിന്നെ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് പരിഭ്രാന്തനാക്കും എന്നാണ് പറയണത്. നീ ഭയപ്പെടരുത്. പക്ഷേ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ അഗ്നിപരീക്ഷണം ഉണ്ടാവും. ഞാൻ എക്സാമ്പിളിൽ നിന്ന് കടഞ്ഞു, എന്നാലും ഞാൻ തോറ്റാലും പ്രശ്നമില്ല, ഞായറാഴ്ച വിട്ടൊരു കളിയില്ല. കാരണം ഞാൻ ഈശോയോട് പറഞ്ഞ, ഈശോ എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹം തന്നു. ഈ ഞായറാഴ്ച ദൈവത്തിന് നന്ദി പറയാനുള്ള ദിവസമാണ്. ശരിക്കും അത് വേണം. നീ ഞായറാഴ്ചത്തെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ക്ലാസ് എടുക്കണം നീ എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. നല്ലതായിരിക്കില്ലേ? ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും
ചെറുപ്പക്കാരൻ കുട്ടികൾക്ക് നല്ലതായിരിക്കില്ലേ? ഇത് വൈദികരുടെ ആവശ്യമല്ല. ക്രിസ്ത്യാനികളുടെ സമുദായം ഉയർന്നു വരണമെങ്കിൽ ഈ വചനം അനുസരിക്കണം. ഈ സമുദായം ഉയർന്നു വരണമെങ്കിൽ ഈ വചനം അനുസരിക്കണം. ഫയർ ഫയർ. ഇത് ചെറിയ കുട്ടിയൊന്നല്ല, LLBക്ക് പഠിക്കുന്ന കുട്ടിയാണ്. വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അഡ്വക്കേറ്റാണ്. LLB എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞു. LLB കഴിഞ്ഞപ്പോൾ പ്രാക്ടീസ് ചെയ്യാണ്. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അവിടെ പ്രാക്ടീസ് ചെയ്യാണ്. ഇപ്പം അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത്. ഓക്കെ, നമ്മുടെ കുട്ടികൾ ഇതുപോലെ എറണാകുളത്തും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നേഴ്സായിട്ട് പോയിരിക്കുന്നത്. ശരിക്കും ഇവിടെ നിൽക്കുന്നവർ ഓരോ സ്ഥാനത്ത് നിന്നാലാണ് സമുദായത്തിന് ബലം ഉണ്ടാവുള്ളൂ. ഏറ്റവും ടോപ്പായിട്ട് പഠിക്കുന്ന ഭയങ്കര ടോപ്പായ കുട്ടികളൊക്കെ ഉണ്ട്, പെട്ടെന്ന് പോയിട്ട് നേഴ്സിംഗ് അങ്ങ് എടുക്കും. നേഴ്സിംഗ് എടുക്കേണ്ടവർ അത് എടുക്കണം, അതിനൊരു ഇന്നർ കോളുള്ളവർ അത് എടുക്കണം. പക്ഷെ നന്നായിട്ട് വേറെ കോളുള്ളവർ, ഇപ്പോൾ LLBക്ക് കോളുള്ളവർ അതിന് പോകണം. വില്ലേജ് ഓഫീസറായ വിളിയുള്ളവർ അതിന് പോകണം. തഹസിൽദാറെ വിളിയുള്ളവർ അതിന് പോകണം. അത് ഇച്ചിരി കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഈ രാജ്യത്ത് ഇവിടെ ജോലി ചെയ്യുന്നതിന് വളരെ വലിയ മെറിറ്റുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പവർ പവർ. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനാ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനാ.